ക്വസ്റ്റ്യൻസ് കൂടെ പെട്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഈ ക്രൂഡ് ഡെത്ത് റേറ്റ്, ആ റേറ്റിന്റെ ഭാഗത്ത് നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് MCQ പോലെ വരാം, അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടും വരാം. അപ്പം ക്വസ്റ്റ്യൻ 1, കൺസിഡർ ദ following statements. Crude death rate. Statement 1, crude death rate is significantly influenced by the age structure of the population. Statement 2, CDR is always a better indicator of health status than age-specific death rate. ക്രൂഡ് ഡെത്ത് റേറ്റ് ഏജ് സ്ട്രക്ചർ അനുസരിച്ച് ഇൻഫ്ലുവൻസ് ആവും. നമ്മൾ അത് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു അതിനെ പറ്റിയിട്ട്, ഇൻഫ്ലുവൻസ് ആവൂല്ലേ. സ്റ്റേറ്റ്മെന്റ് 2, CDR is always better indicator of health status than age specific death rates. ഇതിലേതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ആൻസർ എ ആണ്, only 1 ആണ്. രണ്ടാമത്തെ എന്താ, ഹെൽത്ത് സ്റ്റാറ്റസ് നമുക്ക് കുറച്ചുകൂടെ കിട്ടുന്ന ഏജ് സ്പെസിഫിക് അല്ലേ. കാര്യം എന്താ, ഏജ് സ്പെസിഫിക് ആകുമ്പോൾ നമുക്ക് ഓരോ വർഷം ഇപ്പം വാർദ്ധക്യമുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ എന്താ ഹെൽത്ത് കുറവാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റിനാണ് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഹെൽത്ത് സ്റ്റാറ്റസ് നോക്കാൻ പറ്റുന്നത്. അപ്പൊ ക്രൂഡ് ഡെത്ത് റേറ്റ് അല്ല, ഹെൽത്ത് സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ഇൻഡിക്കേറ്റർ ഏജ് സ്പെസിഫിക് ASFR തന്നെയാണ് കേട്ടോ. രണ്ടാമത്തേത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ ഫോർ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ഡെത്ത്സ് വിത്തിൻ ദ ഫസ്റ്റ് 5 years ഓഫ് ലൈഫ്. 2, ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് പെർ 1000 ലൈഫ് ബർത്ത്. 3, it can approximate probability only if births are stable over years. അപ്പോൾ ഓപ്ഷൻസ് 1 and 2, 2 and 3 and 1 and 3 ആണ് വന്നിട്ടുള്ളത്. ഇതിൽ ആൻസർ ബി ആണ്, 2 and 3 only ആണ്. അപ്പം ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിൽ നമ്മൾ ഫസ്റ്റ് 5 years ഓഫ് ലൈഫ് അങ്ങനെയല്ലോ പറഞ്ഞത്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിൽ ഫസ്റ്റ് 1 year എന്നുള്ളതാണ്. ബാക്കി രണ്ടും കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ബർത്ത്, ഡെത്ത്, മാരേജ്, എക്സ്പോർട്ട് മാത്രം എന്താ ഇല്ല അല്ലെ. നെക്സ്റ്റ്, ദ മിഡ് ഇയർ പോപ്പുലേഷൻ ഇസ് പ്രിഫേർഡ് ഇൻ കാൽക്കുലേറ്റിംഗ് വൈറ്റൽ റേറ്റ്സ് ബിക്കോസ്. മിഡ് ഇയർ പോപ്പുലേഷൻ എന്തുകൊണ്ടാണ് നമ്മൾ വൈറ്റൽ റേറ്റ്സിന് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്? കാരണം ഇറ്റ് റെപ്രസെന്റ് ദ ആവറേജ് പോപ്പുലേഷൻ ഫോർ ദ ഇയർ. ഒരു ഇയറിന്റെ ആവറേജ് പോപ്പുലേഷൻ നമുക്ക് കണക്കാക്കപ്പെടുന്നത് മിഡ് ഇയർ ആകുമ്പോഴാണ്. നെക്സ്റ്റ്, ദ നിയോനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ് ഇൻക്ലൂഡ്സ് ഡെത്ത്സ് ദാറ്റ് ഒക്വർ. നിയോനേറ്റൽ ഏത് വർഷം ഏത് ഇയറിലുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞത്? വിത്തിൻ ദ ഫസ്റ്റ് 28 days ഓഫ് ലൈഫ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റേറ്റ്സ് ഇസ് മോസ്റ്റ് സെൻസിറ്റീവ് ടു ദ അവൈലബിലിറ്റി ഓഫ് മെഡിക്കൽ ആൻഡ് മറ്റേണൽ കെയർ. മെഡിക്കൽ ആൻഡ് മറ്റേണൽ കെയറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോർമുല ഫോർ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് ASDR ഈസ്. ASDRന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഡെത്ത്സ് ഇൻ ഏജ് ഗ്രൂപ്പ് ഡിവൈഡ് ബൈ പോപ്പുലേഷൻ ഇൻ ഏജ് ഗ്രൂപ്പ് ഇൻറ്റു 1000 ഇതാണ് കേട്ടോ ASDRന്റെ. നെക്സ്റ്റ്, ഇൻ വിച്ച് കേസ് ഇസ് ദ ക്രൂഡ് ഡെത്ത് റേറ്റ്, അതായത് CDR ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് ആസ് എ കമ്പാരിറ്റീവ് മെഷർ. CDRനെ ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇതിൽ ഏത് കണ്ടീഷനിലാണ്? സിമിലർ ഏജ് സ്ട്രക്ചർ, ടു പോപ്പുലേഷൻ വിത്ത് സിമിലർ ഏജ് സ്ട്രക്ചർ, ടു പോപ്പുലേഷൻ വിത്ത് ഐഡന്റിക്കൽ സൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, പോപ്പുലേഷൻ വിത്ത് ഹൈലി ഡിഫറെന്റ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ, പോപ്പുലേഷൻ വിത്ത് സെയിം ജിയോഗ്രഫി റീജിയൻ. സി അല്ലേ വരുന്നേ? സെയിം ആയിട്ടുള്ളതൊന്നും അല്ല, ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഏജ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ ക്രൂഡ് ഡെത്ത് റേറ്റ് നമുക്ക് കുറച്ച് പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെഷർ ഓഫ് മോർട്ടാലിറ്റി ബെസ്റ്റ് റിഫ്ലെക്ട്സ് ദ ട്രൂ പ്രോബബിലിറ്റി ഓഫ് ഡൈയിങ്. ഡൈയിങ്ങിന്റെ ട്രൂ പ്രോബബിലിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഏജ് സ്പെസിഫിക് മോർട്ടാലിറ്റി ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് പോസ്റ്റ് നിയോനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ്. 1 to 11 months infant deaths എന്ന് പറയുന്നുണ്ട്. ഇറ്റ് അപ്രോക്സിമേറ്റ് ട്രൂ പ്രോബബിലിറ്റി ഫോർ മോർ ക്ലോസ്ലി ദാൻ IMR. ഇറ്റ് is computed using deaths and live birth of the same year. ഇതിൽ സി ആണ്, 1 only ആണ് ആൻസർ. ഓക്കെ, കറക്റ്റ് ആയിട്ട് വരുന്നത് 1 to 11 months ആണ്. ട്രൂ പ്രോബബിലിറ്റി എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ. അത് നമ്മൾ നിയോനേറ്റൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിനെക്കാട്ടിലും മോർ ക്ലോസ്ലി ദാൻ എന്നുള്ള അല്ല നമ്മൾ പറഞ്ഞത്. പോസ്റ്റ് നിയോനേറ്റൽ മോർട്ടാലിറ്റി നമുക്ക് കുറച്ചുകൂടെ ട്രൂ പ്രോബബിലിറ്റി തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അപ്രോക്സിമേറ്റ്സ് എ ട്രൂ പ്രോബബിലിറ്റി എന്നുള്ളത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇറ്റ് ഈസ് കമ്പ്യൂട്ടഡ് യൂസിങ് ഡെത്ത്സ് ആൻഡ് ലൈവ് ബർത്ത് ഓഫ് ദ സെയിം ഇയർ. അങ്ങനെയാണോ പറഞ്ഞേ? കഴിഞ്ഞ വർഷത്തേതും ചിലപ്പോൾ വരാം എന്നുള്ള ഒരു കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ ഇത് 1 only ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് 1 CDR ക്യാൻ ബി യൂസ്ഡ് ടു അക്യുറേറ്റ്ലി കമ്പയർ മോർട്ടാലിറ്റി ബിറ്റ്വീൻ കൺട്രീസ് വിത്ത് ഡിഫറെന്റ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ.
CDR ignores age-specific mortality patterns and may mislead if population age structure differ. ഏതാണ് ഇതില്? ബി ആണ്. only 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ബിറ്റ്വീൻ ജിയോഗ്രഫിക് ബൗണ്ടറി വരുമ്പോ CDR തെറ്റിപ്പോകുന്നുണ്ട്. അപ്പം രണ്ടാമത്തേത് കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് പ്രൊവൈഡ്സ് ബെറ്റർ ഇൻസൈറ്റ് ഇൻ ടു മോർട്ടാലിറ്റി കണ്ടീഷൻസ് കമ്പയർഡ് ടു CDR. ASDR cannot be used to compute CDR at under any circumstances. ഇതിലും ആൻസർ എ ആണ്. only 1 ആണ് വരുന്നത്. അപ്പം CDR ASDR വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, cannot be used to കമ്പ്യൂട്ട് CDR എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ചിലപ്പോ നമുക്ക് CDR നമ്മൾ യൂസ് ചെയ്തിട്ട് ASDR കണ്ടെത്താറുണ്ട്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് IMR. IMR മെഷേഴ്സ് ദ നമ്പർ ഓഫ് ഡെത്ത്സ് ഓഫ് ഇൻഫന്റ്സ് ഏജ്ഡ് ലെസ് ദാൻ 1 ഇയർ പെർ 1000 ലൈഫ് ബർത്ത്. IMR. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഈ റേറ്റ്സിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കുക. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാം. അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് 2, IMR റിഫ്ലെക്ട്സ് ഹെൽത്ത് കെയർ ആൻഡ് ന്യൂട്രീഷൻ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഇസ് കൺസിഡേർഡ് എ ഗ്ലോബൽ ഇൻഡിക്കേറ്റർ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്. ബോത്ത് 1 and 2 ആർ കറക്റ്റ്. നെക്സ്റ്റ്, നിയോനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ് അക്കൗണ്ട്സ് ഫോർ ഇൻഫന്റ് ഡെത്ത് അക്വയറിംഗ് വിത്തിൻ ഫസ്റ്റ് 4 weeks of life. പോസ്റ്റ് നിയോനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ് ഇൻക്ലൂഡ് ഡെത്ത് ഓഫ് ചിൽഡ്രൻ 1 to 5 years. ഇതിലേതാണ്? only 1 അല്ലേ? 2 ഏതാണ്? പോസ്റ്റ് നിയോനേറ്റൽ നമ്മൾ ഏതാ പറഞ്ഞത്? 1 to 11 months എന്നാ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോസ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്. Cause-specific death rate helps in understanding the distribution of deaths due to specific diseases or cause. Statement 2, it is calculated as the number of deaths due to a specific cause per 1000 mid-year population. ഇതിലും ആൻസർ സി ആണ് വരുന്നത്. രണ്ടും കറക്റ്റ് ആണ്. രണ്ട് കറക്റ്റ് ആയിട്ടുള്ള കോസ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് എന്നൊരു ഡെത്ത് റേറ്റിൽ നമ്മൾ എന്താണ് ഡെത്ത്സിനെ അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിസീസ് ഓർ കോസ് അനുസരിച്ചുള്ള റേറ്റിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. കോസ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്, നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂ ടു എ സ്പെസിഫിക് കോസ് പെർ 1000 mid-year population ആണ് ഇക്വേഷൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. ഇത് സിമ്പിൾ ആണ്. ബർത്ത് റേറ്റ്, എഡ്യൂക്കേഷൻ റേറ്റ്, മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ്, ലൈഫ് എക്സ്പെക്ടൻസി. ഇതിലേതാണ്? എഡ്യൂക്കേഷൻ റേറ്റ് മാത്രം നമ്മൾ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നോക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെഷർ ഓഫ് മോർട്ടാലിറ്റി. ഇതും ഡയറക്റ്റ് ആണ്. മോർട്ടാലിറ്റിയുടെ അല്ലാത്തത് ഏതാണ്? ആൻസർ ക്രൂഡ് ബർത്ത് റേറ്റ് ആണ്. മോർട്ടാലിറ്റി നമ്മൾ ഡെത്തിന്റെ അല്ലേ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ദ ഫോളോയിങ് ആർ മെഷേഴ്സ് ഓഫ് ഫെർട്ടിലിറ്റി എക്സെപ്റ്റ്. ഫെർട്ടിലിറ്റി മെഷേഴ്സ് അല്ലാത്തത് ക്രൂഡ് ബർത്ത് റേറ്റ്, ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ്. ഇതിൽ IMR ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ് മെഷേഴ്സ് ഓഫ് ഫെർട്ടിലിറ്റി അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഇൻഡിക്കേറ്റ്സ്. ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, നോർമൽ റീപ്രൊഡക്ഷൻ റേറ്റ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തു എന്ന് നമുക്ക് പറയാം. നോർമൽ റീപ്രൊഡക്ഷൻ റേറ്റ് എന്തായിരുന്നു? നമ്മുടെ വുമൻസ്, ഓരോ വുമൻസും പുതിയൊരു ഗേളിനെ റീപ്ലേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി വെച്ചിട്ടാണ് നമ്മൾ NRR പറയുന്നത്. അത് മറന്നു പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാൻഡർഡൈസ്ഡ് ഡെത്ത് റേറ്റ്സ് ആർ പർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ കമ്പയറിംഗ് ഡെത്ത് റേറ്റ് ഇൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഓഫ് 2 regions ബോത്ത് ഡൺ. സ്റ്റാൻഡർഡൈസ്ഡ് ഡെത്ത് റേറ്റ് നമ്മൾ 2 റീജിയനുകൾ തമ്മിലുള്ള ഡെത്ത് റേറ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഡെത്ത് റേറ്റ് ഒബ്ടൈൻഡ് ഫോർ എ സെഗ്മെന്റ് ഓഫ് എ പോപ്പുലേഷൻ ഇസ് നോൺ ആസ്. സെഗ്മെന്റ് ഓഫ് എ പോപ്പുലേഷനിലെ ഡെത്ത് റേറ്റിന് നമ്മൾ എന്താ പറയുന്നത്? സ്പെസിഫിക് ഡെത്ത് റേറ്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡേ ടു ഡേ ഇറഗുലാരിറ്റീസ് ഇൻ ബിസിനസ് ആക്ടിവിറ്റി വിച്ച് ആർ അൺഫോർസീൻ, അൺകൺട്രോളബിൾ ആൻഡ് അൺപ്രഡിക്റ്റബിൾ ആർ ദ എക്സാമ്പിൾ ഓഫ്. ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിൾ എവിടെയായിരുന്നു? റാൻഡം ഓർ ഇറാറ്റിക് ഫ്ലക്ച്വേഷൻ. ഇത് നിങ്ങൾ ഒന്ന് നോക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ആക്ടിവിറ്റീസിൽ ഡേ ടു ഡേ ഇറഗുലാരിറ്റീസ് ഇൻ ബിസിനസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ അൺഫോർസീൻ, അൺകൺട്രോളബിൾ ആൻഡ് അൺപ്രഡിക്റ്റബിൾ. അപ്പം ഇത് മാത്രം നിങ്ങൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് നോക്കുക. കാര്യം നമ്മൾ ഡേ ടു ഡേ ഇറഗുലാരിറ്റീസ് എന്ന് പറയുന്നത് മാത്രമായിരുന്നേ നമുക്ക് എന്ത് വന്നേനെ ആൻസർ? സൈക്ലിക് ഫ്ലക്ച്വേഷൻ വന്നേനെ. പക്ഷേ ബിസിനസ് ആക്ടിവിറ്റിയിൽ നമ്മൾ വിചാരിക്കാത്ത കാര്യം, ഇപ്പം നമ്മൾ പറഞ്ഞ COVID-19 പോലെയുള്ള കാര്യം ബിസിനസ് ആക്ടിവിറ്റിനെ എഫക്ട് ചെയ്താലും നമ്മൾ എന്തെന്ന് പറയും? റാൻഡം ഓർ ഇറാറ്റിക് ഫ്ലക്ച്വേഷൻ എന്ന് പറയും. അപ്പം ബിസിനസ് ആക്ടിവിറ്റി എവിടെ കണ്ടാലും പോയി സൈക്ലിക് ഫ്ലക്ച്വേഷൻ നിങ്ങൾ കുത്തരുത്. ഇതൊന്ന് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൈൽഡ് ബിയറിംഗ് ഏജ് ഇൻ ഇന്ത്യ ഈസ്. ചൈൽഡ് ബിയറിംഗ് ഏജ് ആയിട്ട് നമ്മൾ പറഞ്ഞത് എത്രയായിരുന്നു? 15 to 49 ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഇന്ത്യ കളക്ഷൻ ഓഫ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാർട്ടഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഏറ്റവും ആദ്യം വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഹിസ്റ്ററിയിൽ നമ്മൾ പറഞ്ഞു ഏതായിരുന്നു? 1886 ഏറ്റവും ആദ്യം വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ്, വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ഹയസ്റ്റ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും IMR കൂടുതലുള്ള സ്റ്റേറ്റ് UP ആണ്, ഉത്തർപ്രദേശ് ആണ്. നെക്സ്റ്റ്, പോപ്പുലേഷൻ ഗ്രോത്ത് ഇസ് മെയിൻലി കൺസേൺഡ് വിത്ത്. പോപ്പുലേഷൻ ഗ്രോത്ത് ഇസ് മെയിൻലി കൺസേൺഡ് വിത്ത് നമ്പർ ഓഫ് ഫീമെയിൽ ബർഡ്സ് ആണ്. ഫീമെയിൽ ബർഡ്സിന്റെ നമ്പർ വെച്ചിട്ടാണ് പോപ്പുലേഷൻ ഗ്രോത്തിന്റെ കൺസേൺ പോകുന്നത്. നെക്സ്റ്റ്, ഫെർട്ടിലിറ്റി റേറ്റ്സ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ഫീമെയിൽ പോപ്പുലേഷൻ ഓഫ് ചൈൽഡ് ബിയറിംഗ് ഏജ്. നെക്സ്റ്റ്, സ്റ്റാൻഡർഡൈസ്ഡ് ഡെത്ത് റേറ്റ്സ് ആർ പർട്ടിക്കുലർലി യൂസ്ഡ് ഫോർ. എന്തിനാണ് സ്റ്റാൻഡർഡൈസ്ഡ് ഡെത്ത് റേറ്റ്? നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, കമ്പയറിംഗ് ഡെത്ത് റേറ്റ്സ് ഓഫ് 2 റീജിയൻസ് ആണ് കേട്ടോ. രണ്ടും വരത്തില്ല, 2 റീജിയൻസ് ആണ്, മെയിൽസ് ആൻഡ് ഫീമെയിൽസ് വരില്ല. നെക്സ്റ്റ്, വെദർ ഓർ ക്ലൈമറ്റ് ചേഞ്ചസ് ആർ എക്സാമ്പിൾ ഓഫ് സെക്യുലർ, സീസണൽ, സൈക്ലിക്കൽ, ഇറഗുലർ. ഏതാണ്? സീസണലിലാണ് വരുന്നത് കേട്ടോ. വെദർ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചസ്. ഇറഗുലർ എന്ന് കുത്തരുത്, സീസണൽ വേരിയേഷൻ ആണ്. നെക്സ്റ്റ്, മെത്തേഡ് ഓഫ് മൂവിംഗ് ആവറേജ് ഇസ് യൂസ്ഡ് ടു മെഷർ. മൂവിംഗ് ആവറേജ് നമ്മൾ സെക്യുലറിനാണോ, സീസണൽ, സൈക്ലിക്, ഇറഗുലർ ഏതിനാണ് മൂവിംഗ് ആവറേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മെത്തേഡ് ഓഫ് മൂവിംഗ് ആവറേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് സെക്യുലർ ട്രെൻഡിനാണ്. ഓക്കെ, സെക്യുലർ ട്രെൻഡിനാണ് മൂവിംഗ് ആവറേജ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏജ് സ്പെസിഫിക് മോർട്ടാലിറ്റി ഈസ്. ഏജ് സ്പെസിഫിക് ആയിട്ടുള്ള മോർട്ടാലിറ്റി ഇതിലേതാണ്? IMR ആണോ, നിയോനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ് ആണോ, മട്ടേണൽ മോർട്ടാലിറ്റി റേറ്റ് ആണോ? ഏജ് സ്പെസിഫിക് ആയിട്ടുള്ള മോർട്ടാലിറ്റി റേറ്റ് ഈസ് ഓൾ ഓഫ് ദി അബോവ്. ഇതെല്ലാം നമ്മൾ ഏജ് സ്പെസിഫിക് ആയിട്ടാണ് നോക്കുന്നത് അല്ലെ. ടോട്ടൽ പോപ്പുലേഷൻ നമ്മൾ ഈ മൂന്നിലും എടുക്കുന്നില്ല. നെക്സ്റ്റ്, എ ലോക്ക്ഔട്ട് ഇൻ എ ഫാക്ടറി ഫോർ എ മന്ത് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഓൾറെഡി ആൻസർ വന്നു കഴിഞ്ഞു അല്ലെ. കമ്പോണന്റ് ഓഫ് ടൈം സീരീസ്. എ ലോക്ക്ഔട്ട് ഇൻ എ ഫാക്ടറി, ഇത് ഇറഗുലർ വേരിയേഷൻ ആണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡെത്ത് റേറ്റ് ഓഫ് വുമൺ ഡ്യൂ ടു ഡെലിവറി ഓഫ് ചിൽഡ്രൻ ഈസ് ടേംഡ് ആസ്. ഡെലിവറിയുടെ ടൈമിൽ ഡെത്ത് റേറ്റ് നമ്മൾ എന്താ പറയുന്നത്? മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആണ്. എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ മെത്തേഡ് വിച്ച് ഇസ് നോട്ട് യൂസ്ഡ് ഫോർ എസ്റ്റിമേറ്റിംഗ് സീസണൽ കമ്പോണൻസ് ഓഫ് എ ടൈം സീരീസ്. സീസണൽ കമ്പോണൻസി നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാത്ത മെത്തേഡ് ഇതിലേതാണ്? റേഷ്യോ ടു ട്രെൻഡ്, ലിങ്ക് റിലേറ്റീവ്, മെത്തേഡ് ഓഫ് സിമ്പിൾ ആവറേജ്, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. ഇതിലേതാ നമ്മൾ സീസണൽ കമ്പോണൻസി യൂസ് ചെയ്യാത്തത്? ആൻസർ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ആണ്. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ നമ്മൾ എന്തിനായിരുന്നു? സീസണലിന് മാത്രമേ. നമ്മൾ സീസണിൽ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? റേഷ്യോ ടു ട്രെൻഡ്, ലിങ്ക് റിലേറ്റീവ്, മെത്തേഡ് ഓഫ് സിമ്പിൾ ആവറേജ്. നമ്മൾ 4 എണ്ണമായിരുന്നു അതിന് പഠിച്ചത്. അതിൽ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ഇല്ല. ഓക്കെ, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ നമ്മൾ അതിന് മുന്നേ പഠിച്ചത് അല്ലെ. ഡിറ്റർമിനേഷൻ ഓഫ് ട്രെൻഡിലാണ് നമ്മൾ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ പഠിച്ചത്. ഓക്കെ, സീസണൽ ഇൻഡിസസിൽ നമ്മൾ വേറെ 4 മെത്തേഡാണ്. അതിൽ മെത്തേഡ് ഓഫ് സിമ്പിൾ ആവറേജ് മാത്രമാണ് നമുക്ക് മേജർ ആയിട്ട് നോക്കാനുള്ളത്. റേഷ്യോ ടു ട്രെൻഡ്, ലിങ്ക് റിലേറ്റീവ്. അതുകൂടാതെ നമ്മൾ ഒരു മെത്തേഡ് കൂടെ ഉണ്ടായിരുന്നു. 3 മെത്തേഡ്സ് ആയിരുന്നു അല്ലെ. മൂവിംഗ് ആവറേജ്, റേഷ്യോ ടു ട്രെൻഡ്, ലിങ്ക് റിലേറ്റീവ്, മെത്തേഡ് ഓഫ് സിമ്പിൾ ആവറേജ്. മൂവിംഗ് ആവറേജിന് പകരം ഇവിടെ വന്നത് എന്താണ്? മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ആണ്. നെക്സ്റ്റ്, ദ ഡെത്ത് റേറ്റ് ഓഫ് ബേബീസ് അണ്ടർ 1 month ഇസ് നോൺ ആസ്. 1 monthന് താഴെയുള്ളതിന് 4 weeks. 4 weeksൽ ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? നിയോനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ്. നെക്സ്റ്റ്, ദ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് ഫോർ ദ ബേബീസ് ഓഫ് ഏജ് ലെസ് ദാൻ 1 year. 1 yearന് താഴെയുള്ളതിനോ? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. നെക്സ്റ്റ്, വൈറ്റൽ റേറ്റ്സ് കസ്റ്റമർലി എക്സ്പ്രസ്ഡ് ആസ്. വൈറ്റൽ റേറ്റ്സിനെ നമ്മൾ പെർസെന്റേജ് ആയിട്ടാണോ, പെർ 1000 ആണോ, പെർ മില്യൺ ആണോ, പെർ ട്രില്യൺ ആണോ നമ്മൾ പറയുന്നത്? എപ്പോഴും പെർ 1000 ആണ് വൈറ്റൽ റേറ്റ്സ് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Vital statistics is greatly utilized by actuaries, planners, social reformers, all of the above. വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പ്ലാനേഴ്സ് ആണ്. സോഷ്യൽ റിഫോമേഴ്സിനൊന്നും അതിന്റെ ആവശ്യമില്ല. ഓക്കെ, പ്ലാനേഴ്സ് ആണ്. നെക്സ്റ്റ്, ദ സബ്സെറ്റ്സ് ഓഫ് എ സാമ്പിൾ സ്പേസ് ആർ കോൾഡ്. സബ്സെറ്റ്സ് ഓഫ് എ സാമ്പിൾ സ്പേസ്, ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടേണ്ട ആൻസർ ആണ്. സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റിനെ നമ്മൾ പറയുന്നത് ഇവന്റ് എന്നാണ്. ഓക്കെ, ഇവന്റ് എന്നാണ് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് ബാരോമീറ്റേഴ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് ആക്ടിവിറ്റിയുടെ ബാരോമീറ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് ഇൻഡെക്സ് നമ്പറിനെയാണ് കേട്ടോ, ഇൻഡെക്സ് നമ്പറിനെയാണ്. നെക്സ്റ്റ്, ദ അഡ്വാൻറ്റേജ് ഓഫ് സാമ്പിളിംഗ് രജിസ്ട്രേഷൻ ഈസ് ദാറ്റ്. സാമ്പിളിംഗ് രജിസ്ട്രേഷന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ഹാസ് ഫുൾ കവറേജ്, ഇറ്റ് ഇസ് മോർ ആക്യുറേറ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ദ എസ്റ്റിമേറ്റ് ഫോർ റൂറൽ ആൻഡ് അർബൻ ഏരിയാസ് സെപ്പറേറ്റ്ലി. സാമ്പിളിംഗ് രജിസ്ട്രേഷന്റെ അഡ്വാൻറ്റേജ് ഓൾ ഓഫ് ദി അബോവ് ആണ് കേട്ടോ. ഇതെല്ലാം അഡ്വാൻറ്റേജസ് ആണ് സാമ്പിളിംഗ് രജിസ്ട്രേഷൻ.
കവറേജ് കൊടുക്കുന്നുണ്ട്, മോർ ആക്യുറേറ്റ് ആണ്. അതേപോലെ തന്നെ റൂറൽ ആൻഡ് അർബൻ ഏരിയാസിനെ സെപ്പറേറ്റ് ആയിട്ടൊരു എസ്റ്റിമേറ്റ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഇന്ത്യ ദ കളക്ഷൻ ഓഫ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാർട്ടഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് കളക്ഷൻ 1969 ആണ്. അപ്പോൾ ലാസ്റ്റിന് നമ്മൾ എന്തോ ഒരു കറക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കളക്ഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതൊന്ന് എറർ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കണേ. വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ തിയറിയിൽ പറഞ്ഞതാണ് ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ്, വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ത്രോ ലൈറ്റ് ഓൺ changing pattern of the population during intercensal period, growth of population, fertility of races, all of the above ആണ് ആൻസർ കേട്ടോ. നെക്സ്റ്റ്, കംപ്ലീറ്റ് കൗണ്ട് ഓഫ് ദ ഹെഡ്സ് ഓഫ് പീപ്പിൾ ഓഫ് എ കൺട്രി ഈസ് നോൺ ആസ്. എന്താണ് കംപ്ലീറ്റ് കൗണ്ട് ഓഫ് ദ ഹെഡ്? സെൻസസ്. സെൻസസിനാണ് പറയുന്നത്. കംപ്ലീറ്റ് കൗണ്ട് ഓഫ് ഹെഡ് ഓഫ് ദ പീപ്പിൾ ഓഫ് എ കൺട്രി, അതിന് നമ്മൾ സെൻസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത്രയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്നത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ ഈ ഒരു വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ടൈം ട്രെൻഡിൽ? ഈ മാത്തമാറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ചിലപ്പോ ഡാറ്റ തന്നിട്ട് MCQ പോലെ ചോദിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. അതാണ് അവിടുന്ന് വരാനുള്ള ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ മാത്തമാറ്റിക്കലി തന്നെ ചെയ്ത് പഠിച്ചു വെക്കുക. കാരണം